വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി വരുന്നു. അതായത് ദിലീപ് അടക്കം 6 പേരെ ഇന്ന് തന്നെ ചോദ്യം ചെയ്യും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോട് ഉച്ചയ്ക്ക് ശേഷം തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. അതായത് ഏറ്റവും പുതിയ തെളിവുകൾ കൂടി വന്ന പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ പൾസർ സുനിയെ അറിയുകയില്ല എന്ന് ആവർത്തിച്ച ദിലീപിന്റെ അടക്കമുള്ള മൊഴികളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. ഷാജഹാൻ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഷാജി, ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇത് നമ്മളോട് വ്യക്തമായിട്ട് പങ്കുവെക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് നാദിർ ഷാ, ദിലീപ്, കവ്യമാധവന്റെ അമ്മ അടക്കം ഏകദേശം 6 പേരെ, മറ്റൊരു നടിയും കൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് സൂചന. അത്തരത്തിൽ 6 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്യും, അല്ലെ അത്തരത്തിലെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നത് ഈ 6 പേരെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത് കൂടാതെ ദിലീപും നാദിർ ഷായും അടക്കമുള്ളവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. വളരെ രഹസ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ പോലീസ് ആസൂത്രണം ചെയ്യുന്നത്. കാരണം മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നു എന്നുള്ളൊരു പ്രശ്നവും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യമാക്കിയാണ് മുൻപോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദിലീപും നാദിർ ഷാ അടക്കം ഏകദേശം 3 പേരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യുന്നതിനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനോട് സമാനമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇന്നും ഉച്ചയ്ക്ക് ശേഷം നടക്കുക. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പക്ഷേ അറസ്റ്റിലേക്ക് തന്നെ നീണ്ടേക്കാം എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ കൂടി ലഭ്യമായാൽ മാത്രമേ ഇനി ആ അറസ്റ്റ് എന്നുള്ള ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് തെളിവുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അന്വേഷണം പൂർത്തീകരിച്ച ഘട്ടത്തിലേക്കാണ്. ചില ചെറിയ തെളിവുകൾ, അതായത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ചില ചെറിയ തെളിവുകളുടെ അസാന്നിധ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി ചോദ്യം ചെയ്ത് ഇതുകൂടി പൂർത്തീകരിച്ച് അറസ്റ്റിലേക്ക് പോകുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് നമുക്ക്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും. നമുക്കറിയാം, ഇന്നലെ തന്നെ DGP IG-ക്ക് നിർദ്ദേശം നൽകിയിരുന്നു അറസ്റ്റ് വേണമെങ്കിൽ അതായിക്കോ എന്ന്. ഇന്ന് ദിലീപ് അടക്കമുള്ളവർ ഒരു മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളും കൂടി ചേർത്ത് വായിച്ചു വേണം ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തെ കാണാൻ. തീർച്ചയായിട്ടും. കാര്യം അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് രഹസ്യമായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പോലീസ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദിലീപും അതോടൊപ്പം തന്നെ നാദിർ ഷാ, കവ്യമാധവന്റെ അമ്മ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിനായിട്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എത്താനാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകാം. ഇത്തരത്തിൽ 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ കേസുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന 6 പേരാണ്. അതിൽ മറ്റൊരു നടി, ഈ കവ്യമാധവൻ അല്ലെങ്കിൽ കവ്യമാധവന്റെ അമ്മ, ഇത്തരത്തിലുള്ള ചിലരെ കൂടാതെ മറ്റൊരു നടിയും ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം പൂർത്തീകരിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ്. അതായത് ഷാജഹാൻ, 2 രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒന്ന്, നാദിർ ഷയും ദിലീപും പുണ്യ അടക്കം ഫോൺ ചെയ്യലുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പോലീസിന് മുൻപിൽ, അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. ജയിലിൽ കഴിയുമ്പോൾ പോലും നാദിർ ഷാ ഫോണിൽ വിളിച്ചിരുന്നു. പുണ്യ പറഞ്ഞിട്ടുണ്ട് തന്റെ ഫോണിൽ നിന്നും പൾസറിനെ വിളിച്ചിട്ടുള്ളത് ദിലീപ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സോളിഡ് എവിഡൻസ് ഇപ്പോൾ പോലീസിന് മുന്നിലിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ലക്ഷ്യയിൽ നടത്തിയ റെയ്ഡ് നമുക്കറിയാം. അതിനുശേഷം കാവ്യയുടെ വസതിയിൽ റെയ്ഡിനായി ചെന്നിരുന്നു. റെയ്ഡ് നടന്നില്ല. തമ്മനത്ത് ഒരു ഫ്ളാറ്റിൽ ഒരു യുവനടിയെ ചോദ്യം ചെയ്തു എന്ന വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ഈ 2 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും സൗമ്യ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പോലീസ് നടത്തിയ അന്വേഷണം ഏകദേശം അവരൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഈ ധാരണ കുറച്ചുകൂടി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെ 3 പേരെയും പോലീസ് ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം എത്താനാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇവരെ കൂടി ഇന്ന് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് എന്നുള്ളൊരു നടപടിയിലേക്ക് പോലീസ് പോവുക. എന്തായാലും 6 പേരാണ് പോലീസിന്റെ ലിസ്റ്റിൽ അറസ്റ്റിന് സാധ്യതയുള്ളവർ എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വന്ന പേരുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊരു സിനിമാ നടി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള സൂചന കൂടിയുണ്ട്. അത്തരത്തിൽ ആ നടിയെ കൂടി പോലീസ് ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ആരോപണ വിധേയമായിട്ടുള്ള നടി പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് സൂചന ലഭിക്കുന്നുണ്ട്. കാര്യം പോലീസ് അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. എറണാകുളത്ത് തന്നെ അവർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്
ഈ പ്രതി ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഈ വ്യക്തി, ഈ സ്ത്രീ ഇപ്പോൾ ഉള്ളത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരെ കൂടി പോലീസ് ചോദ്യം ചെയ്യുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോടുകൂടി മാത്രമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ അറസ്റ്റുകൾ നടക്കാൻ സാധ്യത. ഒരുപക്ഷെ ഇവിടെ ഇനിയും ക്ലാരിറ്റി വരുത്തേണ്ട ചില വിഷയങ്ങൾ കൂടിയുണ്ട് ഷാജഹാൻ. അതായത് നമുക്കറിയാം, ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ നാദൃഷയും ദിലീപും ആവർത്തിച്ചിരുന്നത് പൾസർ സുനി എന്ന വ്യക്തിയെ അറിയുക പോലും ഇല്ല എന്നായിരുന്നു. അത് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ദിലീപിന് മുന്നിലേക്ക് കാണിച്ചുകൊണ്ടാണ് പല ചോദ്യങ്ങളും അന്വേഷണ സംഘം ചോദിച്ചത്. അതിൽ സുപ്രധാനം ഈ ജോർജ് ടൻസ്പൂരം എന്ന ചിത്രത്തിന്റെ ഈ ലൊക്കേഷനിൽ നിന്നെടുത്ത ചിത്രങ്ങളായിരുന്നു. ഇവിടെ പക്ഷേ ഇപ്പോൾ അതിലും കൂടുതൽ വെട്ടിലാകുകയല്ലേ ഒരുപക്ഷെ ദിലീപ് അടക്കമുള്ളവർ. കാരണം ഈ ഫോൺ കോൾ ഡീറ്റെയിൽസ് അടക്കം പുറത്തു വരുന്നു. അക്കാര്യങ്ങളിൽ ഈ പറഞ്ഞ മൊഴിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഒപ്പം ഈ ലക്ഷ്യയിൽ നിന്നും ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഈ പൾസർ സുനി പറയുന്ന അതേ ദിവസമാണ് ട്രാൻസാക്ഷൻ നടന്നത്. ഒരുപക്ഷെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം, അവരുടെ മൊഴിയെടുത്തിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇത്തരം രണ്ട് കാര്യങ്ങളിലും കാര്യങ്ങൾ കൂടുതൽ ശക്തമായ തെളിവുകളുമായി ആയിരിക്കില്ലേ ഇനിയത്തെ ചോദ്യം ചെയ്യൽ, ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ? തീർച്ചയായിട്ടും. കാര്യം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ദിലീപ് അടക്കമുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്തവർ പറഞ്ഞിരുന്നത് പൾസർ സുനിയെ അറിയുക പോലുമില്ല എന്നുള്ള തരത്തിലുള്ള മറുപടികളാണ് പോലീസിന് ലഭിച്ചിരുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഏറ്റവും പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഇവർക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറയേണ്ടി വരും. അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി പോലീസിന് ആവശ്യം. കാരണം നേരത്തെ പോലീസിന്റെ ഭാഗത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാവിധ തെളിവുകളും ലഭിച്ചിരുന്നു. ഇവർ നേരത്തെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളടക്കം പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ മാത്രമാണ് ഇനി പോലീസിന് ആവശ്യമായുള്ളത്. അത്തരം തെളിവുകൾക്കായിട്ടാണ് ഇന്ന് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്തതിനു ശേഷം പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് പോകുക. ഒരുപക്ഷെ നമുക്കറിയാം ഷാജഹാൻ, ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഈ കേസ് ഇപ്പോൾ പൾസർ സുനിയുടെ ലെറ്ററിലടക്കം സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ വളരെ മുൻപ് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ്. പിന്നീട് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്നീട് ഒരു മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നു. അത്രയും നാൾ മുൻപേ തന്നെ പ്ലാൻ ചെയ്തൊരു സംഭവമായി ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇതിൽ ഇൻവോൾവ് ആവാനുള്ള ഒരു സാധ്യത, ഈ പറയുന്ന 6 പേർ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൂടുതൽ പേർ ഇതിൽ ഇൻവോൾവ് ആകാനുള്ള ഒരു സാധ്യതയൊക്കെയാണോ പോലീസ് തേടുന്നത്? കേസിന്റെ ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഉള്ള സാഹചര്യങ്ങൾ ഇത് തന്നെയാണോ വ്യക്തമാക്കുന്നത് ഷാജഹാൻ? തീർച്ചയായിട്ടും സൗമ്യ, പോലീസ് ഈ കേസിന്റെ ആദ്യഘട്ട അന്വേഷണം മുതൽ തന്നെ പോലീസിന് ചില തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ ആ തെളിവുകളൊക്കെ അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാര്യം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും കൂടുതൽ തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ ദിലീപ് അടക്കമുള്ളവർ ഈ പൾസർ സുനിയെ അറിയുക പോലുമില്ല എന്നുള്ളതാണ് പോലീസിന് നൽകിയിരുന്ന മൊഴി. പക്ഷേ ഇപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ തന്നെ മാറേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പോലീസിനും അതിന്റെ കൃത്യമായ തെളിവുകൾ പോലീസിന്റെ പക്കൽ എത്തിക്കഴിഞ്ഞ നാദിർഷയും അതോടൊപ്പം തന്നെ ദിലീപും ഏതായാലും ഇതിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ഏതായാലും ഉടൻ തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലിനായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 6 പേർ, അതായത് ദിലീപ്, നാദിർഷ, അപ്പുണ്ണി, കാവ്യ മാധവൻ, കാവ്യയുടെ അമ്മ, മറ്റൊരു യുവ നടി, ഇങ്ങനെ 6 പേരെ ആണ് ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾക്കായി കസ്റ്റഡിയിലേക്ക്. അത് വളരെ വേഗം തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായി ഉമേഷും ഷാജഹാനും ചേരുന്നതാണ്. മനു ചേരും വാർത്തകളുമായി. ഒരിടം സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിലീപ്, നാദിർഷ, അപ്പുണ്ണി, കാവ്യയുടെ അമ്മ, മറ്റൊരു നടി എന്നിവരെയാണ് ചോദ്യം ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന വിവരങ്ങളുമായിട്ട് ഷാജി ചേരുന്നു. ഷാജി, വളരെ നിർണായകമായ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണത്തിന്റെ പോലീസ് എത്തിയെന്നാണോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ദിലീപിനെ, നാദിർഷയും കൂടാതെ മറ്റ് 4 പേരെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്?
തീർച്ചയായിട്ടും മനു, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും അതോടൊപ്പം തന്നെ നാദിർ ഷായും കാവ്യ മാധവിന്റെ അമ്മയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ അവരെ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക അല്പസമയങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇവരെ 3 പേരെയും ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ തെളിവുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് പ്രധാന കാരണം നേരത്തെ ദിലീപ് അടക്കമുള്ളവർ പൾസർ സുനിയെ അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം പൾസർ സുനിയും അല്ലെങ്കിൽ ദിലീപും നാദിർ ഷായും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന പല തെളിവുകളും പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഇവരെ വിധേയരാക്കുമ്പോൾ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 6 പേരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളത് ലഭിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. മറ്റൊരു നടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള സംശയവും പോലീസിനുണ്ട്. അവരെയും കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇത്തരം ആളുകളെ എല്ലാവരെയും കൂട്ടി പരസ്പരം ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും പോലീസ് എന്തായാലും അവസാനഘട്ട നടപടിയിലേക്ക് പോവുക. തീർച്ചയായിട്ടും ഷാജി, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയായിരിക്കും. ഈ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഈ നേരത്തെ ചോദ്യം ചെയ്തപ്പോഴുള്ള മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും മാത്രമല്ല ഇപ്പോൾ ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലെ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുന്നതോടെ കൂടുതൽ ക്ലാരിറ്റിക്ക് ഒരുപക്ഷെ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് അറസ്റ്റ് തുടങ്ങിയ നടപടികൾ അടക്കമുള്ളതിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണോ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിന്റെ ആദ്യഘട്ടം മുതൽ കഴിഞ്ഞ വർഷം ആണ് ഈ സംഭവത്തിന് തുടക്കമുണ്ടായതെങ്കിൽ പോലും അതിനുശേഷം പോലീസ് ഇങ്ങോട്ട് നടത്തി വന്ന അന്വേഷണത്തിന്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം DGP തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കേണ്ടവരെ കസ്റ്റഡിയിലെടുക്കണം, അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വളരെ കൃത്യമായിട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ 3 പേരെ കൂടി ചോദ്യം ചെയ്തതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കും. അപ്പോൾ കൂടുതൽ അറസ്റ്റിലേക്കും പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അല്ലെങ്കിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ സംശയിക്കുന്ന പ്രതികളെന്ന് സംശയിക്കുന്നവരെല്ലാവരും തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവരെ ചോദ്യം ചെയ്തിട്ട് തുടർ നടപടികളിലേക്ക് പോലീസ് പോകാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ വളരെ രഹസ്യമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും ഷാജി, ദിലീപ്, നാദിർ ഷാ, ഒപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി എന്നിവർക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ കാവ്യ മാധവനും അവരുടെ അമ്മയും ഒക്കെ ഇപ്പോൾ ഈ കേസിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട് വരികയാണ്. ഈ ടെലിഫോൺ സംഭാഷണങ്ങളടക്കം അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണോ ഇപ്പോൾ ഈ കൂടുതൽ വസ്തുതകളിലേക്കും വ്യക്തതകളിലേക്കും പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും, കാരണം ഇതിന്റെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായവരിൽ നിന്നും പോലീസിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. അതിനുശേഷം ഫോൺ കോളുകൾ അനുസരിച്ചിട്ടുള്ള തെളിവുകളാണ് പോലീസ് പ്രധാനമായിട്ടും ശേഖരിച്ചത്. ഇതിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ഈ ഫോൺ കോളുകളിൽ ബന്ധപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചു. പക്ഷേ ഈ ഗൂഢാലോചന വ്യക്തമായിട്ടും തെളിയിക്കത്തക്ക തരത്തിലേക്കുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. അത്തരം തെളിവുകൾ കൂടി ബന്ധിപ്പിക്കുന്ന ഇവരെ കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളായിരുന്നു പോലീസിന് അറസ്റ്റ് എന്നുള്ള കടമ്പ കടക്കാനായിട്ട് വേണ്ടി വന്നത്. അത്തരം തെളിവുകൾ കൂടി പോലീസിന്റെ പക്കൽ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പോലീസ് തിരഞ്ഞിരുന്ന മെമ്മറി കാർഡ് അടക്കമുള്ളത് പോലീസിന്റെ പക്കൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇവരെ കൂടി ചോദ്യം ചെയ്യേണ്ട ഒരു സ്ഥിതി നിലവിലുണ്ട്. കാരണം നേരത്തെ ദിലീപ് പറഞ്ഞിരുന്നത് പൾസർ സുനിയെ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്ന മൊഴി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ പലതും പോലീസിന് ലഭിച്ചു, ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇനി നടക്കുന്ന ചോദ്യം ചെയ്യലിന് ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് പോകും. കൂടുതൽ ദിവസങ്ങൾ ഇനി അറസ്റ്റിനായിട്ട് നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഷാജി, അതായത് ഈ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ പൾസർ സുനിയെ കണ്ടിട്ടോ യാതൊരു ബന്ധവും ഇല്ല, തന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും വന്നിട്ടില്ല എന്നായിരുന്നു ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന മറുപടികൾ. എന്നാൽ ഇന്നലെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നു ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി നിൽക്കുന്ന ചിത്രങ്ങൾ.
അപ്പോൾ അവിടെ ദിലീപ് പറഞ്ഞ ആദ്യ മറുപടിക്ക് അവിടെ തന്നെ ഇളക്കം തട്ടുകയായിരുന്നു. മറ്റൊന്ന്, ഈ ലക്ഷ്യ കാവ്യമാധവന്റെ വ്യാപാര സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്നതിനെ കുറിച്ച് സുനി പറഞ്ഞ കാര്യങ്ങൾ, സുനി പറഞ്ഞ അതേ ദിവസം അവിടെ 2 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ കാര്യങ്ങൾ, അവിടെ 2 ലക്ഷം രൂപ കിട്ടിയിരുന്നു എന്ന തരത്തിൽ മൊഴി വന്നിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ആരോപണ വിധേയരായവർക്ക് കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യങ്ങളിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? തീർച്ചയായിട്ടും മനു, പോലീസിന്റെ അന്വേഷണം എന്തായാലും പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പോലീസ് നടത്തിയ തെളിവുകൾ, അതായത് ഈ നേരത്തെ ആരോപണ വിധേയരായിട്ടുള്ള ഈ നടന്മാർക്കും അല്ലെങ്കിൽ ഇവരെ സഹായിച്ചവർക്കുമെതിരെ പോലീസ് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം തന്നെ ഈ പ്രതികൾക്കൊക്കെ വളരെ എതിരായിട്ട് പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഇവരുടെ ഗൂഢാലോചന ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമായിരുന്നു അറസ്റ്റ് വൈകിപ്പിച്ചത്. പക്ഷേ അത്തരം തെളിവുകൾ കൂടി പോലീസിന്റെ പക്കൽ ലഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം പോലീസ് അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി 6 പേരെ കൂടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 6 പേരിൽ ദിലീപ് അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ള സൂചനകളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകൾക്ക് ഉള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. തീർച്ചയായിട്ടും ഷാജി, ഈ തുടക്കത്തിൽ ദിലീപ് പറഞ്ഞിരുന്നത് താൻ നൽകിയ പരാതിയിലാണ് ഈ ചോദ്യം ചെയ്യലെന്നായിരുന്നു. പക്ഷെ അന്നേരം പോലീസ് നൽകിയ സൂചന അങ്ങനെയല്ല, അതിൽ ഒരു പ്രത്യേക കേസ് എടുത്തിട്ടില്ല, കേസുമായി സമഗ്രമായ വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ്. അതായത് ഗൂഢാലോചനാവാദം അപ്പോഴും പോലീസ് തള്ളിയിരുന്നില്ല. പിന്നീട് ഈ ഫോൺ കോളുകൾ കൂടി, അതായത് നമുക്കിപ്പോൾ അറിയാം 4ഓളം പൾസർ സുനി വിളിച്ചു എന്ന് കരുതുന്ന അപ്പുണ്ണിക്ക് അടുപ്പമുള്ള നമ്പറുകൾ, ആ നമ്പറുകളിൽ നിന്ന് അപ്പുണ്ണിക്ക് വന്ന കോളുകൾ, അത് കൈകാര്യം ചെയ്തത് ദിലീപാണെന്ന് അപ്പുണ്ണി പറഞ്ഞ മൊഴി, ഇതെല്ലാം കൂടി വന്നപ്പോൾ ഈ ഗൂഢാലോചന എന്ന പദം കൂടുതൽ ശക്തമാകുന്ന തെളിവുകളിലേക്ക് പോലീസിനെ എത്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പോലീസിന് ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള മറുപടികളോ അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്ത് കൃത്യമായിട്ടൊരു മറുപടി ഈ പ്രതികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ഭാഗത്തു നിന്നൊന്നും തന്നെ പോലീസിന് ലഭ്യമായിരുന്നില്ല. എന്നാൽ പോലീസ് നടത്തിയ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ സാഹചര്യ തെളിവുകളും മറ്റ് ഫോൺ കോളുകളും അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ പോലീസിന് കൃത്യമായിട്ട് ലഭിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. ഇത്തരം ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ലഭ്യമായി. അതേ തുടർന്നാണ് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള വസ്ത്ര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ പോലീസ് റെയ്ഡ് നടത്തുകയും ഇവിടെ നിന്നൊക്കെ തന്നെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തത്. ഇത്തരം അന്വേഷണത്തിന്റെ അന്ത്യഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഏകദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് പ്രതികൾ, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പോലീസിന് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇനി പോലീസിന് മറ്റ് നടപടികളൊന്നുമില്ല, അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരുപക്ഷെ ഈ കാവ്യമാധവന്റെ വ്യാപാര സ്ഥാപനത്തിൽ ലക്ഷ്യയിൽ താൻ പോയിരുന്നു, അവിടെ ചെന്ന് ആദ്യം ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല, പിന്നീട് 2 ലക്ഷം രൂപ അവിടുന്ന് കൈപ്പറ്റി എന്നതടക്കമുള്ള രീതിയിൽ മൊഴികൾ വന്നിരുന്നു. ഇതിനെ തുടർന്നാണോ ഇതിൽ കാവ്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുകളുണ്ടോ എന്ന ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയതും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് അവരെ കൂടി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്? തീർച്ചയായിട്ടും, കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യമാധവന്റെയും പേരുകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നുവെങ്കിലും ജയിലിൽ കിടന്ന പ്രതികളിൽ നിന്നും പോലീസിന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഫോൺ കോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാവ്യമാധവനും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് അല്ലെങ്കിൽ അത് ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ഇതിന് ശേഷമാണ് അവരുടെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തുകയും അവിടെ നിന്നും പോലീസിന് ചില തെളിവുകളൊക്കെ തന്നെ ലഭ്യമായി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിനുശേഷം പോലീസ് അവരെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന രഹസ്യ വിവരം അവർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇവരെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ ഒഴിവാകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും, നിർണായക വിവരങ്ങൾ തന്നെ ആയിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഷാജി, ഒരുപക്ഷെ ഈ ആദ്യ ചോദ്യം ചെയ്യൽ
ജയിലിൽ ഇവർ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പൾസർ സുനി വിളിച്ച കാര്യം താൻ വളരെ വൈകിയാണ് ദിലീപിനോട് പറഞ്ഞതെന്ന് നാദൃഷയുടെ മൊഴി. കാരണം അടുത്ത സുഹൃത്തുക്കളായ അവർ ഒരിക്കലും അത്തരമൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ദിലീപിനോട് പറയാൻ വൈകില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. മറ്റൊന്ന്, തനിക്ക് യാതൊരു പരിചയവുമില്ല, പൾസർ സുനി തന്റെ ലൊക്കേഷനിൽ പോലും വന്നിട്ടില്ല എന്ന് ദിലീപ് പറയുന്നു. ഇതും പോലീസ് കണക്കിലെടുക്കാതെ ഇതൊക്കെ കേന്ദ്രീകരിച്ച് 2013 മുതലുള്ള ദിലീപിന്റെ സിനിമാ ലൊക്കേഷനുകൾ വരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പോയിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ വഴിയാണോ ഈ ജോർജ് ഏട്ടൻ സ്ഫൂരത്തിലെ ചിത്രങ്ങളും ഒടുവിൽ ഇപ്പോഴുള്ള ഈ ഫോൺ നമ്പറുകൾ ഒക്കെ അതിലേക്കൊക്കെ പോലീസ് എത്തിച്ചേർന്നത്? തീർച്ചയായിട്ടും നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വളരെയധികം പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ നിരവധി പരാതികളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ രഹസ്യമായിട്ട് നടന്നു വരികയായിരുന്നു. ഇത്തരം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നത്. ജയിലിൽ നിന്നും പൾസർ സുനി ഫോണിലേക്ക് വിളിച്ചിരുന്നവരുടെ നമ്പറുകളൊക്കെ ശേഖരിച്ചിരുന്നു. ഈ നമ്പറുകളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്ന് പോലീസിന് സംശയിച്ചിരുന്ന ആളുകൾ തന്നെയാണ് എന്ന് പോലീസിന് വ്യക്തമായി. അതിനുശേഷം അവരെ പോലീസ് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മനസ്സിലായി. പക്ഷെ അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമായിരുന്നു എന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തു. ഇതിനുശേഷം പോലീസിന് ലഭിച്ച പല തെളിവുകളും ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ കേസിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ളതായിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് പോലീസ് ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് മുൻപോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ ഗൂഢാലോചനയെ പറ്റിയും അല്ലെങ്കിൽ ഈ കേസിന്റെ ആരൊക്കെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത് എന്നത് സംബന്ധിച്ചും വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭ്യമായി കഴിഞ്ഞു. തെളിവുകളുമൊക്കെ തന്നെ പോലീസിന് ലഭ്യമായി കഴിഞ്ഞു. ഇന്ന് ഇവരെ കൂടി ചോദ്യം ചെയ്ത് 3 പേരെ കൂടി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ദിലീപിനെയും ഇന്ന് പോലീസ് വിളിച്ചിരിക്കുന്നത് ദിലീപിനെയും നാദിർഷയെയും കാവ്യ മാധവന്റെ അമ്മയെയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ കൂടി ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും പോലീസ് തുടർ നടപടിയിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജി, ഈ 4 ഫോൺ, അതായത് ഈ പൾസർ സുനി വിളിച്ച ഫോൺ നമ്പറുകൾ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ അടുത്ത ആളുകളുടെ ഫോൺ നമ്പറാണ്. ഇവർ തിരിച്ച് അപ്പുണ്ണിയെ വിളിക്കുകയും ചെയ്തു. നടി ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇത്തരത്തിൽ ബന്ധങ്ങൾ, സംഭാഷണങ്ങൾ നടന്നിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ ദിലീപിനെ നേരിട്ട് വിളിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ മാനേജർ അപ്പുണ്ണി ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അത് ദിലീപ് അറിയാതെ ആയിരിക്കില്ല എന്ന നിഗമനം കൂടി പോലീസിന് ഈ വിഷയത്തിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അപ്പുണ്ണിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ഫോൺ കോളുകളൊക്കെ തന്നെ നേരിട്ട് അറ്റൻഡ് ചെയ്തിരുന്നത് ദിലീപ് ആയിരുന്നു എന്നുള്ള മൊഴികളാണ് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തൻ്റെ ഫോൺ ഉപയോഗിക്കാതെ മറ്റൊരു ഫോണിലൂടെയായിരുന്നു ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തി വന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഈ ഫോൺ കോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ പ്രതികളെന്ന് നേരത്തെ സംശയിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിരുന്ന വ്യക്തികളിലേക്ക് തന്നെ പോലീസിന് വളരെ വേഗം എത്തിപ്പെടാൻ സാധിച്ചത്. സാഹചര്യ തെളിവുകളും മറ്റും പോലീസിന് വളരെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ മാത്രമാണ് പോലീസിനുള്ളത്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നേരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷാജി, നമുക്ക് കൂടുതൽ വാർത്തകൾ, വ്യക്തതകളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഏതായാലും വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലേക്കാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 6 പേരെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന സൂചന. ദിലീപ്, നാദിർഷ, മാനേജർ അപ്പുണ്ണി, കാവ്യയുടെ അമ്മ, മറ്റൊരു നടി എന്നിവരെയാണ് ചോദ്യം ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ചോദ്യം ചെയ്യലിൽ പോലീസ് കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള സൂചനകളും പോലീസ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ